അപ്പോൾ ബൈക്കർബോയ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, കമന്റ് ചെയ്തോ. അപ്പോൾ എല്ലാം ചെയ്യണം കേട്ടോ. നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ നേരെ തൃശ്ശൂരിൽ നിന്ന് നമ്മൾ സൈൻ ഔട്ട് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ നിന്ന് ബൈ പറഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ നാട്ടിലേക്ക് വന്ന് നമ്മുടെ ഇക്കൻ്റെ വർക്ക്ഷോപ്പിലേക്ക് തിരിച്ച് പെയിൻറ്റിങ് ലാസ്റ്റ് ഫൈനൽ കോട്ട് ബേസ് കോട്ടല്ല നമ്മുടെ ബാക്കിയുള്ള പെയിൻറ്റിൻ്റെ പരിപാടികളൊക്കെ തീർത്തുള്ള അവസാനത്തെ പെയിൻറ്റിൻ്റെ എപ്പിസോഡാണിത്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒന്നുകൂടി സ്വാഗതം. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ ഇന്നെന്തൊക്കെയാണ് കാര്യങ്ങൾ? നമ്മുടെ വണ്ടി ഇന്നൊരു അൺവീലിംഗ് അല്ലെങ്കിൽ കുറച്ച് നാൾ പെയിൻ്റൊക്കെ അടിച്ച ശേഷമുള്ളൊരു വണ്ടി ഇന്നത്തെ വ്യൂ കാണിച്ചു തരാം. ഫസ്റ്റ് വ്യൂ അപ്പോൾ കാണിക്കാം അല്ലേ? കാണിച്ചോ. യെസ്. അപ്പോൾ ഇതാണ് നമ്മുടെ സൂപ്പർമാൻ ആകെ നിങ്ങൾ നേരത്തെ കണ്ട മനുഷ്യനായിരിക്കില്ല ഇനി. അവിടെ സ്കേർട്ടും കാര്യങ്ങളൊക്കെ വൃത്തിയായി പെയിൻ്റ് അടിച്ച് തന്ന് അത്യാവശ്യം പുട്ടിയവർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പുട്ടിയവരല്ല, പേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വെച്ച് ഒന്ന് മിനുസപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഗ്രില്ല് നേരത്തെ വീഡിയോയിൽ ഒന്ന് രണ്ട് കമൻറ്റ് ബോക്സിൽ ചോദിച്ചില്ലേ? കമൻറ്റ് ബോക്സിൽ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രില്ലിൻ്റെ കാര്യം. ഇതാണ് ഗ്രില്ല്. അത് നമ്മുടെ ഈ കറക്റ്റായി പേസ്റ്റും കാര്യങ്ങളൊക്കെ വെച്ച് ഒരു പ്രശ്നമില്ലാത്ത നല്ല അടിപൊളിയായി കൂളായി ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ സൈഡ് മിറർ, ഈ സൈഡ് മിറർ നമ്മുടെ സൈഡത്തെ ഡോർ ഫ്രെയിമും കാര്യങ്ങളെല്ലാം ബ്ലാക്ക് പിയാനോ ബ്ലാക്കിൽ ചെയ്ത് ബാക്കിയെല്ലാം നമ്മുടെ നോർമൽ മെറ്റാലിക് ബ്ലൂ എന്നുള്ള പെയിൻറ്റിലേക്കാണ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ തൽക്കാലം ഞാൻ ജസ്റ്റ് ഒരു ഓർവ് ഇവിടെ നിന്ന് കാണിച്ചു തരാം. നമുക്കിനി വണ്ടി പുറത്തെടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ എന്താ പറയാനുള്ളത്? നമ്മുടെ ചെക്കനെ കുറിച്ച് ഡിങ്കൻ ഒരു സർപ്രൈസ് കൂടി വരുന്നുണ്ട്. അതിൻ്റെ ഫസ്റ്റ് വേറെ നമുക്ക് കാണിച്ചു കൊടുക്കാം. യെസ്. ഓ ഗായ്സ്, ഇതിൽ ഞങ്ങൾ മുഖം മാത്രമേ കാണുന്നുള്ളൂ. ഇതേ കണ്ടോ, 2 ടയർ. അത് നമ്മുടെ അലോയ് ആണ്. അത് സർപ്രൈസാണ് കേട്ടോ. അലോയിന്റെ കാര്യം സർപ്രൈസ് ആണ്, നമുക്ക് കാണിച്ചു തരാം. ഇക്കനെന്ന് കാണിച്ചു. നമ്മുടെ ഇതിന്റെ ഫുൾ വർക്ക് ചെയ്ത ആള് സിദ്ദിഖാണ്. പെയിന്റിങ് എത്ര നീറ്റായിട്ട് വൃത്തിയായി ചെയ്ത് തന്നിട്ടുണ്ട്. ആളെ നമ്മൾ പരിചയപ്പെടുത്താണ് സിദ്ദിഖ. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ നാട്ടിനടുത്തുള്ള ഇക്കേൻ്റെ അടുത്ത് തന്നെയാണ് പെയിന്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന്. അപ്പോൾ നമുക്ക് നേരത്തെ പരിചയമുള്ള ആളാണ്. അപ്പോൾ അതാണ് നമുക്ക് ഇവിടെ തന്നെ പെയിന്റിന് കൊടുക്കുക. നമ്മുടെ ഒരു ഇവിടെ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ ചെയ്യാന്നുള്ള സ്കീമിൽ നമ്മൾ ഇക്കൻ്റെ അടുത്ത് കൊണ്ട് കൊടുത്തത്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഇക്കൻ്റെ അടുത്ത് ചോദിക്കാം. അപ്പോൾ ഇക്ക എങ്ങനെ വണ്ടി കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു? വണ്ടി നന്നായി ചെയ്തിട്ടുണ്ട്. അവർ എന്നെ ഏൽപ്പിച്ച കാര്യം ഞാൻ വൃത്തിയായി ചെയ്ത് കൊടുത്തു. അതാണ് എന്നെ വിശ്വസിച്ച ആ വിശ്വാസം നമ്മൾ തിരിച്ചു നമ്മളുടെ ഒരു പറയാനുള്ളത്. പിന്നല്ല, നമ്മൾ വർക്ക്ഷോപ്പിൽ വിടുമ്പോൾ അല്ലേ ആ ഒരു മുഖം അല്ലാണ്ടായി, മൊത്തത്തിൽ മാറി. ഇതിപ്പോ ഫോറസ്റ്റ് ഡ്യൂ അപ്പം മാറി ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും മിക്കനോട് ഭയങ്കര സന്തോഷം, താങ്ക്സ്. അപ്പൊ ഇക്ക അപ്പൊ എല്ലാത്തിനും താങ്ക്സ് ഉണ്ട്. ഇനിയും നമ്പർ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. പെയിന്റ് ആയിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആളെ വിളിച്ചു ചോദിക്കുക. ആൾ നമ്പർ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഓക്കെ. അപ്പൊ നമുക്ക് നേരെ ഇവിടെ നിന്ന് ഇവിടെ പറയാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യം നമുക്ക് പോകുന്ന വഴി. സൂപ്പർമാൻ. അങ്ങനെ ഗായ്സ്, നമ്മൾ ഒരുപാട് കാലത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ ചെക്കനെയും കൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ് ഗായ്സ്. ഓ എന്റെ പൊന്നോ, ഇതുപോലൊരു നിമിഷം. എടാ നീ എന്താണെന്ന് പറയാത്തത്? നിങ്ങൾ ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് വല്ലതും പറയണമെന്ന്. പറ. നിങ്ങളെല്ലാം പറയുമ്പോൾ പിന്നെ ഞാൻ എന്തിനാ മനസ്സിലായി പറയേണ്ട കാര്യം? എന്റെ മോനെ നീ അങ്ങനെ പറയരുത് കേട്ടോ. അപ്പൊ ബാക്കിൽ നല്ല വെടിക്കെട്ട് സാന്നിരിപ്പുണ്ട്. നമ്മളെ പറഞ്ഞ പോലെ വീല് നമ്മളത് വീട്ടിൽ പോയിട്ട് കുറച്ച് പണിയുണ്ട്, കുറച്ചുകൂടെ ചെറിയൊരു പണിയുണ്ട്. അതുകൂടി കഴിഞ്ഞിട്ടാണ് ഫിറ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു പെയിന്റിങ് പ്രോസസ് ഉണ്ട് വണ്ടിയുടെ അകത്ത്. ടയറിന്റെ നമ്മുടെ ബ്രേക്ക് കാലിബറിൽ ചെറുതായിട്ടും പെയിന്റ് ടച്ച് ചെയ്യാനുണ്ട്. അപ്പൊ നമ്മൾ വീട്ടിൽ പോയിട്ട് ഒരു കുറച്ച് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ വീല് ഫിറ്റ് ചെയ്യുന്ന കാര്യം അടുത്തത് വരുന്നതായിരിക്കും. തുടങ്ങിയോ അവിടെ തന്നെ അവസാനിച്ച് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളപ്പോൾ നേരെ വീട്ടിൽ വന്ന് വീട്ടിലൊക്കെ കയറ്റി നമ്മുടെ പറഞ്ഞൊരു സാധനം അല്ലേ, എന്താണ് സർപ്രൈസ്. ഇതാണ് നമ്മുടെ സാധനം. ഇവനാണ് നമ്മുടെ താരം. ഇനി ഇത് മോമോൻ്റെ 15 ഇഞ്ച് അലോയ് വീൽസാണ്. നമ്മളുടെ സ്റ്റോക്ക് വരുന്നത് 13 ഇഞ്ചും. അത് നമ്മൾ അപ്സൈസ് ചെയ്ത് ഒരു 2 ഇഞ്ച് കയറ്റി 15 ഇഞ്ചാക്കി മാറ്റിയിട്ടുണ്ട്. ഇതാണ് ഇനി നമ്മുടെ താരം. ഇത് മോമോയുടെ കേട്ടോ, മോമോയുടെ 15 ഇഞ്ച്. അപ്പോൾ അങ്ങനെ മക്കളെ പണി തുടങ്ങല്ലേ? യെസ്, നമ്മൾ തുടങ്ങാൻ പോകുന്നത്. യെസ് ഓഫ് കോഴ്സ്. അപ്പോൾ തൂക്കിക്കോ. അതിലുണ്ടോ നമുക്ക് ഫ്രണ്ട്? കുറച്ചുകൂടി
ഗൈസ് അപ്പോൾ നമ്മൾ പണി തുടങ്ങിക്കഴിഞ്ഞു. നമ്മുടെ ഇപ്പോൾ വീല് വരുവാണ്. നമ്മുടെ സെറ്റ് ആവും. ഇത്ര ഡിഫറൻസ് ഉണ്ട് ഇല്ലേ? 15. ഇത് നമ്മൾ ഒരുപാട് അപ്സൈസ് ഒന്നും ചെയ്യണില്ല കേട്ടോ. അതെന്ന് വെച്ചാൽ ഒരുപാട് വലുതൊന്നും അല്ല, 15 ഇഞ്ച് തന്നെയാണ്. നമ്മൾ ചിലർ പറയും വീൽ ഒരുപാട് വലുതായി കഴിഞ്ഞാൽ പ്രശ്നമാണ്. ചിലരെന്നല്ല, എല്ലാവരും അതന്നെ പറയുന്നത്. ശരി, പണ്ടത്തെ കലാകാരൻ, കൊച്ചു കലാകാരൻ. സോ ഗൈസ്, ഇതാണ് നമ്മുടെ പെയിന്റ് ഇട്ടാ. ഇത് നമ്മുടെ ലക്ഷം ഒരു കട്ട്. ഓ ഗായ്സ്, ഇതൊന്നും തീരും തോന്നുന്നില്ലല്ലോ. എടാ ഞാൻ അടിക്കാം, നിങ്ങൾ അപ്പുറത്ത് തോന്നുന്നു. അങ്ങനെ അത് കള്ളല്ലേ, നൈസില് നൈസ് പോയ അപ്പുറത്ത് ഊരിക്കാൻ മനുഷ്യ. ഇവിടെ ആർട്ട് വർക്ക് നടക്കാണ്. അക്കോഷ് ബായ്. അണ്ണനെ കുറച്ച് നേരം നോക്കി തരാം. അണ്ണൻ എന്ത് അണ്ണാച്ചി, വാട്ട് ആർ യു ഡൂയിങ്? ഈ വീല് ഞാൻ ഏറ്റെടുത്തു. അങ്ങോട്ടെ തുണിയോടെ അവിടെ എന്റെ ഫോൺ എടുക്കാം ആകാശം, നീ നിന്റെ ഫോൺ എടുക്കല്ലേ പ്ലീസ്. എന്റെ ഫോൺ എൻ്റെ പൊന്നാളി അത് തുടക്കില്ല. നമ്മൾ ആദ്യം പെയിന്റ് അടിക്കുമ്പോൾ കറക്റ്റ് നമ്മൾ സിദ്ദിഖൊക്കെ പറഞ്ഞ പോലെ പ്രോ മാക്സിൽ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ആദ്യം ജസ്റ്റ് ഒന്ന് തുടച്ചു നോക്കാം. ഇതിന് പിന്നെ അകത്ത് വലിയ ഫിനിഷിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് നിറം കണ്ടാൽ മതി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സെക്കൻഡ് അലോയിച്ച് കയറുകയാണ്. സോ ഗൈസ്, നമ്മൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇതേ കുട്ടപ്പന നിൽക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇപ്പോൾ കണ്ടൊന്ന് മനസ്സിലായിട്ടും ടോർച്ചടിച്ച് ഇവിടെ വീല് ഇട്ടാ സാധനം അകത്ത് റെഡൊക്കെ അടിച്ച് കാണുന്നു. ഈ സൈഡും ഡ്രമ്മിലും റെഡ് അടിച്ചിട്ടുണ്ട്. ബ്ലൂ, സിൽവർ, റെഡ് അങ്ങനത്തെ ഒരു കോംബോ ആണ്. നമ്മളിപ്പോൾ വീഡിയോ വെച്ച് നിർത്തുകയാണ്, കാരണം ഭയങ്കര ഇരുട്ടായി. നമ്മളിപ്പോൾ വൈകുന്നേരം സമയം 7:15 സമയമായി. രാവിലെ എണീച്ചിട്ട് ബാക്കിയുള്ള വിഷ്വൽസ് കാണാം കേട്ടോ. ഇന്നിപ്പോൾ രാത്രി ഇപ്പോൾ ഇവിടെ നിർത്തുകയാണ്. ഇപ്പോൾ രാവിലെ ബാക്കിയുള്ള വിഷ്വൽസ് കാണാം. അതൊക്കെയാണ് സംഭവം നടന്നത്. ഇന്നലെ രാത്രി ഒന്നും കാണിക്കാൻ പറ്റിയില്ല, ഇന്നലെ ഫുൾ ഇരുട്ടും കാര്യങ്ങളായതുകൊണ്ട്. അതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾ കാണിച്ചു തന്നിട്ടുള്ളത്. ഇന്നിപ്പോൾ നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോകണം, അതിന് മുമ്പ് വണ്ടി ഒന്ന് കാണിച്ചു തരാം. യെസ്, ഇപ്പോൾ ഇതാണ് ഇന്നലെ വൈകുന്നേരം സമയം ആയതുകൊണ്ടാണ് വണ്ടി നേരെ കാണിക്കാൻ പറ്റുന്നത്. വെയിലുള്ളതുകൊണ്ട് നേരെ കാണുന്നുണ്ടോ. ഇതാണ് നമ്മുടെ മേജർ അപ്ഡേറ്റ്, ഇന്നലെ നടന്ന മേജർ അപ്ഡേറ്റ്. മോമോയുടെ 15 ഇഞ്ച് വീൽ. നമ്മുടെ വീൽ എന്ന് പറഞ്ഞാൽ അത്ര വലിയ വീലൊന്നും അല്ല, 2 ഇഞ്ച് അപ്സൈസ് ചെയ്തിട്ടുള്ളൂ. അത്രയ്ക്ക് ബൾജ് ചെയ്ത് പുറത്തേക്കൊന്നും നിൽക്കുന്നില്ല, കണ്ടില്ലേ? പുറത്തേക്കൊന്നും നിൽക്കാത്ത രീതിയിലുള്ള വീൽസാണ്. അത് നമ്മൾ അകത്ത് കുറച്ച് റീപെയിൻറ്റിങ് പ്രോസസ്സ് ഇന്നലെ രാത്രി നടന്നിട്ടുണ്ടായിരുന്നു. അത് കഴിയുമ്പോഴത്തേക്കും ഒരുപാട് സമയമാണ് മാത്രം കാണിക്കാൻ പറ്റാണ്. അതായത് റെഡാക്കി നമ്മൾ കാലിബറും ബാക്കിത്തെ ഡ്രമ്മിൻ്റെതും റെഡാക്കിയായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ എവിടേക്ക് പോകുന്നത്? ഇന്ന് നമ്മളപ്പോൾ സ്റ്റിക്കർ വർക്കിന് പോവുകയാണ്. സ്റ്റിക്കർ നമ്മൾ പറയുന്നില്ല, അപ്പോൾ നമ്മൾ അതാണ് അപ്പോൾ നമ്മൾ നേരെ വഹിക്കണില്ല കേട്ടോ. നമ്മളിവിടെ നേരെ വഹിക്കണില്ല, കാരണം പോകുമ്പോഴത്തേക്കും കുറച്ച് സ്റ്റിക്കറൊക്കെ കുറച്ച് ഡിസൈൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സ്റ്റിക്കർ ഷോപ്പ് എത്തിയിട്ട് നമ്മൾ ബാക്കി കാണാം. അതവിടെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ SS സ്റ്റിക്കർ പഠിക്കുന്ന വണ്ടിത്താളം അതാണ് ഇവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കാണിച്ചു തരാം. നമ്മുടെ ബൈക്കർ ബോയ് ചെറിയ ഡിസൈൻ വർക്കിലാണ്. അപ്പോൾ ബൈക്കർ ബോയ് നമ്മുടെ S1 വാങ്ങി കൊടുത്തു. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ എന്താ ബൈക്കർ ബോയ് ചെയ്യുന്നത്? ഇത് ചെറിയൊരു നമ്പർ പ്ലേറ്റിന്റെ ഡിസൈനാണ്. ഡിസൈൻ അല്ല, ഇത് നമുക്ക് അളവ് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ചെറിയൊരു അളവിന്റെ ഒരു വ്യത്യാസം അതൊന്ന് വരച്ചു കൊടുത്ത്. ഇത് നമ്മള് ഇത് ഫുൾ ഗ്ലാസ് മെറ്റീരിയലാണ്. ഇങ്ങനെ പീൽ ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലാസിന്റെ ഒരു കൗണ്ടർ അറിയില്ല, ഗ്ലാസിന്റെ ഒരു സെറ്റപ്പാണ്. അപ്പൊ നമ്മളത് ആവശ്യത്തിന് അളവെടുത്ത് കഴിഞ്ഞാൽ അത് കട്ട് ചെയ്ത് നമുക്ക് എടുക്കാം. ഇത് നമ്മൾ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും. ബാക്കിൽ കുറച്ച് അധികം വേണം. അപ്പൊ അതായത് നമ്മള് ഇത് കറക്റ്റ് അളവെടുത്ത് വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ച് ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് ഇതിൽ നമ്മൾ രണ്ട് ഭാഗത്തും ഈ ഒരു കാർഡ്ബോർഡിന്റെ ഒരു പേപ്പർ പീസ് പീൽ ചെയ്തെടുത്ത് അതിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ എന്ന് വെച്ചാൽ വൈറ്റും പിന്നെ ചെറിയൊരു ഗ്രേ കളർ ലൈറ്റ് മെറ്റീരിയലും വരും. അതായത് ഈ ഒരു സാധനം ഇതൊരല്പം ഗ്രേയാ. പക്ഷെ നമ്മൾ നോർമലായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ വൈറ്റില് ഈ മാറ്റ് ബ്ലാക്ക് ലെറ്റർ ആണ്. അതെ അതെ. അപ്പൊ നമ്മുടെ രണ്ട് നമ്പർ പ്ലേറ്റ് ഉണ്ട്. നമുക്ക് ഒറിജിനൽ INDയുടെ ഇപ്പൊ നമുക്ക് നിയമപരമായിട്ടുള്ള സാധനം ഉണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് ഒരു ഫോട്ടോ അല്ല ഫോട്ടോന്റെ പരിപാടിക്കോ അത് ജസ്റ്റ് നമ്മൾ വെറുതെ ക്യാഷ്വൽ ചെയ്ത് വെക്കുന്നുള്ളൂ. നമ്മളിപ്പോ ഇത് യൂസ് ചെയ്യാനൊന്നും പോകുന്നില്ല. ഫോട്ടോ പർപ്പസിന് മാത്രം നമ്മൾ ഇത് ഇടുന്നുള്ളൂ. അതുകൊണ്ട് ചെറിയ നമ്പർ പ്ലേറ്റ് പുറത്തൊക്കെ പോകണ ലീഗലിയുള്ള IND ബോർഡ് തന്നെ വയ്ക്കുന്നുള്ളൂ. അതെ. അപ്പൊ
നമ്മൾ അളവെടുത്തത് ഇത് ഇങ്ങനെ ഈ ഒരു ചെറിയൊരു പോർഷൻ ഇത്രയ്ക്ക് നമ്പർ വരുന്ന പോലെ ഇത് ബാക്കിലേക്കും ഇവിടെ നിന്ന് ഇത് ഫ്രണ്ടിലേക്കും. അപ്പോ അതൊക്കെയാണ് പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അപ്പൊ തുടർന്ന് വീഡിയോസ് ഫുള്ളായി കാണാൻ സ്കിപ്പ് അടിക്കാതെ കാണണേ. ഇതായിരിക്കും നമ്മുടെ ലാസ്റ്റ് വണ്ടിയുടെ പണിയുടെ ഒരു വീഡിയോ തോന്നുന്നു അല്ലേ? സ്റ്റിക്കേഴ്സ് വർക്ക് ഇന്നത്തോടെ തീരും. ഇന്നത്തെ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ഇന്നത്തോടെ തീരും. സ്റ്റിക്കർ വർക്ക് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു ഓവറോൾ വ്യൂ. പിന്നെ വണ്ടി പണിയുടെ അവസാന ദിവസം പിന്നെ വേറൊരു കാര്യം പറയണ്ടത്, നമ്മുടെ ഉള്ള ഒരു വാലിൽ മിസ്സിംഗ് ആണ് നമ്മുടെ കൂടെയുള്ള ചെക്കൻ. ഇന്നലെ പ്രൈവറ്റ് നമ്മൾ ഇന്നലെ നമ്മൾ വീഡിയോ ആദ്യം കണ്ടിട്ടുണ്ടാവും. നമ്മുടെ തുടക്കം അലയിടുന്ന കാര്യം, ചെക്കൻ സിനിമാറ്റിക് പരിപാടിയില് അവൻ ഷോ ചെയ്താണ്. ബാഹുബലിയില് ശിവലിംഗം തൂക്കുന്ന പോലെ അവൻ അലവീലം തൂക്കിയതാണ്. നടുവൊന്ന് വെട്ടി. അപ്പൊ അതിന് കിടപ്പിലാണ് ആള്. കിടപ്പിൽ മീൻസ് വയ്യ ആളെന്ന് വെട്ടി ഇപ്പൊ നടക്കാൻ വയ്യ, റെസ്റ്റിലാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ ബൈക്ക് വ്ളോഗ്സിന്റെ നമ്മുടെ സൂപ്പർമാന്റെ ലാസ്റ്റ് വണ്ടി പണിയാണ് വീഡിയോ ആണ്. നമ്മള് വീഡിയോ പണിത് കഴിഞ്ഞാൽ വണ്ടിയുടെ സ്പെസിഫിക്കേഷൻസും വണ്ടിക്ക് സ്പെസിഫിക്കേഷൻ പിന്നെ വണ്ടിക്ക് എന്തൊക്കെ ചെലവുകളോ കാര്യങ്ങൾ എല്ലാം പറഞ്ഞുതരാം. എല്ലാം പിന്നെ നമ്മളിപ്പോ സ്റ്റിക്കേഴ്സ് വണ്ടിത്താളത്താണ്. അപ്പോൾ നമ്മൾ ആളെ കാണിച്ചു തരാം. ഒരു ഓവർവ്യൂ ആളിന്റെ കുറച്ചുകൂടെ വർക്ക് ഇവിടുത്തെ ഇതിന്റെ കാണിച്ചു തരുന്ന വ്യൂ ഇതാണ്. ഇവിടെയാണ് സംഭവം. ചെറിയൊരു കടയാണ്. ഉള്ള ആൾക്കാരെ വെച്ച് നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ചെയ്യാം. അതാണ് ഏതൊരു സാധാരണക്കാരനും വണ്ടി പണി നല്ല മോഹം ഉണ്ടാവും. നമ്മൾ ആ ഒരു മോഹത്തിന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന അതൊക്കെ കേസ്. അപ്പൊ ബാക്കി പണി കാണാം. വർക്കാണ് കാര്യം. എന്ത് വില വരുന്നുണ്ട് ഷാനിക്ക ഈ സ്റ്റിക്കറിന്റെ ഈ പ്രിന്ററിന്? 80,000. എന്റെ അമ്മ കുറച്ച് അധികം ഉണ്ട് വില. 80,000 രൂപ. പച്ചവെള്ളം മാത്രം കുടിച്ച് വയ്യാണ്ടായിരിക്കണോ? നമ്മുടെ ലോഗോ അടിച്ചോണ്ടിരിക്കട്ടെ. നമ്മുടെ ചെക്കൻ്റെ ലോഗോ പവറായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞായറാഴ്ച ആയിട്ടും കട തുറന്ന് വന്ന ഷാനിക്ക താങ്ക്സ്. അല്ല ഇത് പൊട്ടും തൊട്ടിട്ടുണ്ട്. നമ്മൾ കണ്ണൊക്കെ എഴുതി തന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെന്തായാലും വേറെ വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ വേറെ വീഡിയോസ് പരിപാടി ചെയ്യുന്നുണ്ട്. ആ വീഡിയോസിൽ എന്തായാലും നല്ല സെറ്റായിട്ട് വീഡിയോ ഇറക്കുന്നുണ്ട്. നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ പേരും ബാക്കിൽ അടിച്ചുകൊണ്ട് നമ്മൾ ഇവിടുന്ന് വിട പറയാൻ പോവുകയാണ്. ബാക്കിയുള്ള എല്ലാ പരിപാടിയും കഴിഞ്ഞു. സൈഡിലെ സ്റ്റിക്കർ കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞില്ലേ? എല്ലാ പരിപാടിയും കഴിഞ്ഞിരിക്കണം. ഷൈനിക്ക അപ്പോൾ എല്ലാം കഴിഞ്ഞു. ഇതിനൊക്കെ ഞങ്ങൾ എന്താ തരിക? സ്നേഹം തന്നാൽ മതിയാ? ഓക്കെ. അപ്പോൾ സ്റ്റിക്കർ വർക്ക്, സ്റ്റിക്കറിന്റെ പരിപാടി, സ്റ്റിക്കർ കട്ട് ചെയ്ത നമ്പറും കാര്യങ്ങളും, സ്റ്റിക്കർ പരമായി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിക്കാൻ പറയട്ടെ? അതെ. അപ്പോൾ ഓക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവിടെ വെച്ച് നിർത്തുന്നതായിരിക്കും നല്ലത്. തുടർന്ന് വീഡിയോസ് ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം, കമൻറ്റ് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. വയ്യാണ്ടായി 3 മണിയാകാറായി സമയം. രാവിലെ വന്നാണ് ചെയ്ത് കുറേ നേരം ചെയ്തു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ
വണ്ടി പണിയണ വീഡിയോ കഴിഞ്ഞു. ഇനി ഒന്നുമില്ല. ഇനി വരെ നമ്മുടെ യാത്ര പോകുന്ന ചെറിയ ട്രിപ്പുകൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അപ്പോൾ അതൊക്കെയാണ്. പിന്നീട് ഇനി അടുത്ത വീഡിയോസിൽ ഇനി ഈ നമ്മുടെ ചെക്കന് ചിലവുകൾ കാര്യങ്ങൾ എത്രയായിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസും ആയിട്ടുള്ള വീഡിയോസാണ് ഇനി നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പോൾ എന്നത്തെയും പോലെ എല്ലാവർക്കും നല്ലത് വരട്ടെ. സോ ഗോഡ് ബ്ലസ്. സൈനിങ് ഓഫ് ഫ്രം ദ ബൈക്കർ ബോയ് വ്ളോഗ്സ്.